പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രീജ വിക്രമിൻ്റെ പഴയകാല ജീവിതത്തെക്കുറിച്ചൊക്കെ വേദയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അച്ഛനെ വിക്രമിനോട് ഇത്രയും ദേഷ്യമുണ്ടാവാനുള്ള കാരണത്തെക്കുറിച്ച് പറയുമെന്ന്. വിക്രം അങ്ങനെ കള്ളക്കേസിൽ കുടുങ്ങി ജയിലിലാവുന്നുണ്ട്. അവിടെ നിന്നും രക്ഷിക്കുന്നത് നമ്മുടെ ശ്രീനിവാസൻ സാറാണ്. ജയിലിൽ നിന്ന് ഇറങ്ങി വന്ന് വിക്രം ഒരുപാട് അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അച്ഛൻ എന്നെ വിശ്വസിക്കണം, അച്ഛൻ്റെ മകനാണ് ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള ഒരു തെറ്റും ചെയ്യില്ല, അച്ഛൻ വിശ്വസിക്കും പ്ലീസ് അച്ഛ എന്ന് പറഞ്ഞ് അച്ഛൻ്റെ കാല് പിടിക്കുന്നുണ്ട്. പക്ഷേ മാഷത് വിശ്വസിക്കുന്നില്ല. നീ എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചു, എൻ്റെ വിശ്വാസം തകർത്തു, ഇനി നീ എൻ്റെ മകനല്ല എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നും ഇറക്കി വിടുകയാണ്. ഇനി ഒരിക്കലും എന്നെ വീട്ടിൽ നീ ഉണ്ടാവാൻ പാടില്ല, നീ ഇപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞ് വിക്രമിനെ വീട്ടിൽ നിന്നും ഇറക്കി വിടുകയാണ്. അങ്ങനെ വിക്രം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീനിവാസൻ സാറാണ് വിക്രമിനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ട് പോകുന്നത്. ശ്രീനിവാസൻ സാറ് അവനെ സ്വന്തം അവനീയനെ പോലെ സ്നേഹിച്ച് കൂടെ നിർത്തുകയാണ്. ഇനി ഒരിക്കലും എൻ്റെ വീട്ടിൽ നിന്നും നിനക്ക് പുറത്ത് പോകേണ്ടി വരില്ല, നീ എൻ്റെ കൂടെ വേണം, എൻ്റെ മരിച്ചു പോയ ഒരു അനിയനെ പോലെയാണ് ഞാൻ നിന്നെ കാണുന്നത്, നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു വിക്രം എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ വിക്രം ശ്രീനിവാസൻ സാറിനൊരു വാക്ക് കൊടുക്കുകയാണ്, ഇനി ജീവിതത്തിൽ ഒരിക്കലും സാറിനെ ഞാൻ വിട്ടുപിരിയില്ല, എനിക്ക് എൻ്റെ സ്വന്തം ചേട്ടനെ പോലെയാണ് എന്നും പറഞ്ഞുകൊണ്ട് ശ്രീനിവാസൻ സാറിന് വാക്ക് കൊടുക്കുന്നു. അങ്ങനെ ശ്രീജ പറയുന്നുണ്ട്, വേദേ ഇപ്പം നിനക്ക് മനസ്സിലായോ ഈ ശ്രീനിവാസൻ സാറിന് വിക്രമിൻ്റെ ജീവിതത്തിൽ ഇത്രയും സ്വാധീനം ചെലുത്തിയത് എന്തുകൊണ്ടാണെന്ന്? അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ദൈവം പോലെയാണ് അവനെ കാണുന്നത് ഈ ശ്രീനിവാസൻ സാറിനെ. ഈ ഒരു സംഭവം കൊണ്ടാണ് ഇപ്പം നിനക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ വേദ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അതെ ചേച്ചിക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്, ഇതെല്ലാം ആ ശ്രീനിവാസൻ സാറിൻ്റെ ഒരു കളിയാണ്. അന്ന് വിക്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇത്രയും പഠിക്കുന്ന ഒരു കുട്ടിയാണ് അവനന്ന് അറിയാമായിരുന്നു. അപ്പോൾ നല്ലൊരു മനുഷ്യനാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അവന് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്, മറിച്ച് തൻ്റെ ഒപ്പം എല്ലാ കുരുത്തക്കേടുകളും ചെയ്യാൻ വേണ്ടി തൻ്റെ ഒരു കയ്യാളായി നിർത്തി ഇത്രയൊക്കെ വഷളാക്കി വിക്രമിനെ. അങ്ങനെ ഇതാണോ നല്ലൊരു വ്യക്തിയുടെ ചെയ്യേണ്ട കാര്യം എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, അതെ വേദ നീ ഈ പറയുന്നത് ശരിയല്ല കേട്ടോ, അന്ന് അദ്ദേഹം ഉണ്ടായതുകൊണ്ടാണ് നമ്മുടെ വിക്രം ഒരു കുടിയനായിപ്പോയി അവൻ്റെ ജീവിതം നശിക്കാതിരുന്നത്. അദ്ദേഹം ഒറ്റ ഒരാൾ കൊണ്ടാണ് വിക്രം കുടിച്ചു തുടങ്ങിയിരുന്നു അന്ന്. പക്ഷേ ആ ശ്രീനിവാസൻ സാറാ അവനെ തിരുത്തിയത്. ഇപ്പം നല്ല കുട്ടിയായിട്ട് വിക്രം നടക്കുന്നത് അദ്ദേഹം ഉള്ളതുകൊണ്ട് മാത്രം കേട്ടോ, നീ അതും കൂടെ ചിന്തിക്കണമെന്ന് പറയാണ്. പക്ഷേ വേദ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. ചേച്ചിയോട് പറയുന്നുണ്ട്, അതെ ചേച്ചി ഞാനിതൊന്നും വിശ്വസിക്കില്ല, എനിക്കറിയാം അദ്ദേഹത്തെ, എന്തു വന്നാലും ഞാൻ ശ്രീനിവാസൻ സാറിനെയും വിക്രമിനെയും കൂടി പിരിച്ചിരിക്കും. ജീവിതത്തിൽ ഇനി ഒരിക്കലും അവർ കണ്ടുകൂടാൻ പറ്റാത്ത വിധം വെറുപ്പിക്കും ഞാൻ അവരെ. ചേച്ചി കണ്ടോ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ നന്ദിനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ പാതിരാത്രിക്ക് രണ്ടുപേരും കൂടി ഒരു സംസാരം എന്ന് ചോദിക്കുക കേട്ടോ. അതെ ചേച്ചിയോട് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഞങ്ങൾക്ക് അങ്ങനെ എന്തൊക്കെ പറയാനുണ്ടാവും. എന്തായാലും നിങ്ങൾ സാറിനെയും വിക്രമിനെയും കൂടെ പിരിക്കാൻ കാര്യമൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. അത് നിൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോവില്ലല്ലോ, അവർ അത്രയും സ്നേഹിച്ചിട്ടാണ് കഴിയുന്നത്, നീ ഒന്ന് പോടി എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ വേദ ശ്രീജിയോട് പറയുന്നുണ്ട്, അതെ ചേച്ചി ഇവരോട് സംസാരിക്കാൻ നിന്നാലേ നമ്മൾ ഉറക്കം പോവും, നമുക്ക് വേഗം പോയി ചെന്ന് കിടക്കാം, വാ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ശ്രീ ചേച്ചിയും വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. പിന്നീട് വേദ വിക്രമിൻ്റെ റൂമെല്ലാം നല്ല വൃത്തിയായി അടുക്കി പെറുക്കി വെച്ച് ബെഡ്ഷീറ്റെല്ലാം വിരിച്ച് നല്ല സ്പ്രേ ഒക്കെ അടിച്ച് നല്ല സ്മെല്ലാക്കി വെച്ചിരിക്കുക കേട്ടോ. എന്നിട്ട് പൂജയെല്ലാം ചെയ്ത് വന്ന് നല്ല പൂവൊക്കെ തലയിൽ ചൂടി നല്ല സുന്ദരി കുട്ടിയായി വന്ന് നേരം വിളക്കുമ്പോൾ തന്നെ വിക്രമിൻ്റെ കാലൊക്കെ തൊട്ട് വന്നിക്കുക കേട്ടോ. ഇത് കണ്ട് വിക്രം ഞെട്ടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടി നീ എന്നെ കൊല്ലാൻ പോവുകയാണോ? കൊല്ലാനോ? ഞാൻ കാല് തൊട്ട് വന്നിച്ചതല്ലേ, ഞാനേ ഒരു ഉത്തമയായ ഭാര്യയാവാൻ പോവുകയാണ്. നല്ല ഭാര്യമാരൊക്കെ എങ്ങനെയാ, അതറിയില്ലേ നിങ്ങൾക്ക്? വിക്രം വേദയോട് പറയുന്നുണ്ട്, അതെ
എനിക്ക് നിന്നെ ഇഷ്ടമില്ലെന്നറിയാവോ, നിന്നോട് ഞാൻ എൻ്റെ റൂമിൽ കയറാൻ പാടില്ലെന്ന് പറഞ്ഞതിൽ ഒന്ന് പോടി എന്ന് പറയാട്ടോ. ഇത് കേൾക്കുന്ന വേദ പറയുന്നുണ്ട്, അതെ വിക്രം, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം കേട്ടോ. എൻ്റെ ഹൃദയത്തിൽ ഇപ്പം നീ മാത്രമേ ഉള്ളൂ. എത്രമാത്രം നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് നിനക്ക് അറിയാവോ എന്നൊക്കെ നല്ല സ്നേഹത്തോടെ ഇങ്ങനെ പറയാട്ടോ വിക്രമിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട്. ഇത് കേൾക്കുന്ന വിക്രം, എടീ നീ എന്താ പറഞ്ഞേ എന്നും പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റ് വേഗം വേദയുടെ പിറകെ ഓടുക കേട്ടോ. എന്നാൽ ഇതൊക്കെ നന്ദിനി അവിടെ നിന്ന് കാണുന്നുണ്ട്. വേദ ഓടി വേഗം പുറത്തേക്ക് ഓടി മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. മുറ്റത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ കോലം വരച്ച് വെച്ചിരിക്കുകയാണ് വേദ. അതിൽ കോലം വരച്ചതിനിടയിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ വിക്രമിനെ സ്നേഹിക്കുന്നു എന്ന്. ഇത് കാണുന്ന വിക്രമിന് കൂടുതൽ ദേഷ്യം വരും കേട്ടോ. എടി പൊട്ടത്തി, നീ എന്താടി എഴുതി വെച്ചിരിക്കുന്നത്? ഇതൊക്കെയാടി ഉമ്മർത്ത് എഴുതി വെക്കുന്നത്? നീ ഇവിടെ അച്ഛനുണ്ടെന്നുള്ള വിചാരെങ്കിലും നിനക്കുണ്ടോ? അച്ഛൻ ഇത് കണ്ടാൽ എന്താ വിചാരിക്കുക എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതെ ഞാനിത് നാട്ടുകാരെല്ലാവരും കാണാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്, പിന്നെ വീട്ടിലുള്ളവർ കണ്ടാൽ എന്താ എന്ന് സിമ്പിളായിട്ട് ചോദിക്കുന്നുണ്ട്. ഉടനെ തന്നെ വിക്രം ഓടി അകത്തേക്ക് കയറി ഒരു കുടം വെള്ളം കൊണ്ടുവന്ന് അതിലങ്ങ് ഒഴിക്കുക. വേദ, അയ്യോ ഒഴിക്കല്ലേ വിക്രം, ഒഴിക്കല്ലേ വിക്രം, പ്ലീസ് പ്ലീസ് എന്നിങ്ങനെ പറയുന്നുണ്ട്. വിക്രമാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, എല്ലാം വെള്ളത്തിലൂടെ ഒഴുക്കി കളയുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, അതെ നീ ഇപ്പോൾ ഒഴുക്കി കളഞ്ഞു, ആയിക്കോട്ടെ, ഞാൻ കുറച്ച് കഴിഞ്ഞ് ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും കോലം വരയ്ക്കും, അപ്പം നീ എന്താ ചെയ്യുകയെന്ന് ചോദിക്കുമ്പോൾ, നീ എത്ര തവണ വരച്ചാലും ഞാൻ അതെല്ലാം ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഒഴുക്കി കളയും, നീ ഒന്ന് ശ്രമിച്ചു നോക്കെന്ന് പറയാണ്. ഓക്കെ വിക്രം, നിനക്ക് ഈ കോലമല്ലേ വെള്ളത്തിലൂടെ ഒഴുക്കി കളയാൻ പറ്റത്തുള്ളൂ. നീ നോക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് നോക്ക്. അവിടെ നിൻ്റെ മുഖം മാത്രമേ ഉള്ളൂ, നിന്നോടുള്ള സ്നേഹം മാത്രമേ ഉള്ളൂ വിക്രം, ഞാൻ നിന്നെ അത്രയ്ക്ക് സ്നേഹിക്കുന്നു എന്ന് പറയാട്ടോ. നിനക്ക് ഭ്രാന്താടി എന്നും പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ നിന്ന് പോവുകയാണ്. എന്നാൽ ഓടിക്കിതച്ച് നമ്മുടെ നന്ദിനി ഇതെല്ലാം കണ്ടുകൊണ്ട് വിനയൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ചാടിയാണ് പോകുന്നത്. ഇത് കണ്ട് വിനയൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി നന്ദിനി നിനക്ക്? അതേ, നിങ്ങൾക്കറിയാമോ, ഞാൻ ആ വേദിയുടെ റൂമിലേക്കൊന്ന് പോയതാണ്. അവിടെ നടന്ന സംഭവങ്ങളൊക്കെ കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. അവിടെ നിന്നും ഇറങ്ങുന്ന സമയത്ത് ഞാനങ്ങ് വീഴാൻ പോയി ചേട്ടാ, എൻ്റെ കാല് വയ്യ ചേട്ടാ, വേദനിച്ചിട്ട് വയ്യ, വല്ല മരുന്ന് തേച്ചതാ ചേട്ടാ എന്നൊക്കെ പറയാം കേട്ടോ. എന്താടി ഞെട്ടാൻ മാത്രം ഉണ്ടായതെന്ന് വിനയും ചോദിക്കുന്നുണ്ട്. അതെ, നിങ്ങൾക്കറിയാവോ, ആ വേദ പറയാ വിക്രമിൻ്റെ മുഖത്ത് നോക്കി അവൾ അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്. അത് കേട്ടിട്ട് നിങ്ങളുടെ അനിയനുണ്ടല്ലോ അന്തം വിട്ട് നിൽക്കുമായിരുന്നു, അവനൊന്നും പറഞ്ഞില്ല. അതിനർത്ഥം എന്താ ഏട്ടാ എന്ന് ചോദിക്കുകയാണ്. എടി നന്ദിനി, അവനക്ക് അവളോട് ഒരിക്കലും സ്നേഹം തോന്നത്തില്ല. അവളോട് സ്നേഹം ഉണ്ടെങ്കിൽ അവൻ എങ്ങനെയാണോ പെരുമാറുന്നത്? നീ അത് കണ്ടിട്ടൊന്നും പേടിക്കണ്ട. അവൾ എന്ത് കാട്ടിയാലും അവനക്ക് അവളോട് ഒരിക്കലും സ്നേഹം തോന്നത്തില്ല. നീ പേടിക്കൊന്നും വേണ്ട എന്നും പറഞ്ഞ് നമ്മുടെ നന്ദിനിയെ വിനയും സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് ശ്രീജ റൂമിലേക്ക് കയറി വരുന്ന സമയത്ത് വിശ്വം വേഗം തന്നെ ചെന്ന് റൂമിൻ്റെ ഡോർ അടയ്ക്കുന്നുണ്ട്. എന്താ വിശ്വേട്ടാ എന്ന് ചോദിക്കുകയാണ് ശ്രീജ. വിശ്വം പതുക്കെ, ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം പറയാൻ പോവാണ്, നീ സമാധാനത്തോടെ കേട്ടിരിക്കണം. ഞാൻ ഒരുപാട് ദിവസമായി എൻ്റെ മനസ്സിലിട്ട് ഇങ്ങനെ അലട്ടുന്നു. എനിക്കിത് നിന്നോട് പറയാഞ്ഞിട്ട് ഒരു സമാധാനവുമില്ല ശ്രീജെ. ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് നീ സമാധാനത്തോടെ ഇരിക്കണം കേട്ടോ എന്ന് പറയാട്ടോ. ഇത്രയ്ക്കും പ്രശ്നമുള്ള ഒരു കാര്യം എന്താ ചേട്ടാ പറ എന്ന് പറയുകയാണ്. അങ്ങനെ വിശ്വം പറയുന്നുണ്ട്, അതെ ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസുണ്ടല്ലോ, അവിടുത്തെ മുതലാളി ആരാണെന്ന് നിനക്കറിയാവോ? നമ്മുടെ വേദയുടെ ആങ്ങളെയാണ്, ശ്രീയാണെന്ന് പറയാണ്. ഇത് കേട്ടതും നമ്മുടെ ശ്രീജ ഞെട്ട് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്താ ശ്രീയേട്ടായി വിശ്വേട്ടായി പറയുന്നത്? ഇത് ചേട്ടന് ആദ്യമേ അറിയില്ലായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, ഇല്ല ശ്രീജയ്, ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അദ്ദേഹത്തിനും അറിയില്ലായിരുന്നു ഞാൻ അവിടുത്തെ ഒരു സ്റ്റാഫാണെന്ന്. ഞങ്ങൾ യാദൃശ്ചികമായി കണ്ടതാണ്. അദ്ദേഹം എന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാൻ വേണ്ടി നിന്നതാണ്. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് ഒരുപാട് അപേക്ഷിച്ചിട്ടാണ് എനിക്ക് വീണ്ടും ഈ ജോലിയിൽ തുടരാൻ കഴിഞ്ഞത് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, ചേട്ടാ വേണ്ട, ഈ ജോലി നമുക്ക് വേണ്ട. എന്നാൽ വിശ്വം പറയുന്നുണ്ട്, എന്താ ശ്രീജ നീ പറയുന്നത്? വേണ്ടെന്നോ? ഈ ജോലി കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്ക് അറിയാൻ കഴിയുന്നില്ലേ? ഞാൻ ഈ ജോലി ചെയ്യുന്നത് കൊണ്ട് എനിക്കിവിടെ ഒരു വിലയുണ്ട്, നിനക്കും ഇതില്ലാതാക്കണോ നമുക്ക്? വേണ്ട ശ്രീജെ, നമുക്ക് കുറച്ചുകൂടി നോക്കാം.
ഈ ജോലി എനിക്ക് അത്യാവശ്യമാണെന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ ശ്രീജ എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഈ കാര്യം അമ്മയോടൊന്ന് ചെന്ന് പറയട്ടെ എന്ന് പറയുമ്പോൾ വിശ്വം പറയുന്നുണ്ട്, വേണ്ട ശ്രീജ, ഇപ്പോൾ ഇത് ആരോടും പറയണ്ട. അമ്മയോട് പറഞ്ഞാൽ അമ്മ പറയും ഈ ജോലിക്ക് നീ പോവണ്ട, ഇപ്പോൾ തന്നെ ഇറങ്ങി പോന്നേക്കെന്ന് പറയും. പക്ഷേ പറ്റത്തില്ല ശ്രീജ, എനിക്കിപ്പോൾ ഒരു ജോലി അത്യാവശ്യമാണ്. എനിക്ക് ജോലി ഇല്ലാണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശ്രീജ ഇതെല്ലാം കേട്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നുണ്ട്. പിന്നീട് വിശ്വം ജോലിക്ക് പോകാൻ വേണ്ടി റെഡിയായി പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയം കാൽ തട്ടി വീഴ പോകുന്നുണ്ട്. അങ്ങനെ വിരൽ മുറിഞ്ഞ് ബ്ലഡ് വരുന്നുണ്ട്. കമലാമ്മ ഓടി ചെല്ലുന്നുണ്ട്, എന്ത് പറ്റിയടാ, നീ ശ്രദ്ധിച്ച് നടക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുകയാണ്. വേഗം തന്നെ ഒരു തുണിയെടുത്ത് പഞ്ഞിയൊക്കെ വെച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വിശ്വത്തോട് പറയുന്നുണ്ട്, വിശ്വം, നീ ഇന്ന് പോവണ്ട, ഇതൊരു അപശകുനമാണ്. ഇന്ന് നിനക്ക് എന്തോ ഒരു അപകടം സംഭവിക്കാൻ പോകുന്നുണ്ട്. നീ ഓഫീസിലേക്ക് വിളിച്ച് പറ, ഇന്നൊരു ലീവ് പറയാം, ഇത് മാറിയിട്ട് നിനക്ക് പിന്നീട് പോവാം എന്ന് പറയുകയാണ്. എന്നാൽ വിശ്വം അത് സമ്മതിക്കുന്നില്ല. പറ്റത്തില്ല അമ്മേ, എനിക്ക് അർജൻറ്റായി കമ്പനിയിൽ പോയേ പറ്റത്തുള്ളൂ, ഓഫീസിൽ പോയേ പറ്റത്തുള്ളൂ. അവിടെ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാനുണ്ട്. കാശ് സംബന്ധമായ കാര്യങ്ങളാണ്. അത് ഞാൻ ചെന്നാൽ മാത്രമേ നടക്കത്തുള്ളൂ. എനിക്ക് പോവാതിരിക്കാൻ പറ്റത്തില്ല അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വം പോവാനായി നിൽക്കുന്നുണ്ട്.